ഫസ്റ്റ് വൺ ചാനലിൽ നിന്നും കോൾബെൽ ഫാമിലി ചേർച്ചിൽ നിന്നാണ്. പേരെന്താ? സോണി തോമസ്. എന്ത് ചെയ്യുന്നു? ഞാനൊക്കെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ അഭിഭാഷകനായിട്ട് ജോലി ചെയ്യുന്നു. പേര്? റോഷ്നി. മോളുടെ പേരെന്താ? എൽസ. എൽസ. അജു. എമിൽ. പഠിക്കുകയാണ് രണ്ടുപേരും? ക്ലാസ്? ഞാൻ 6. രണ്ടുപേരും പാട്ട് പാടാമോ? എന്റെ കൽബിലെ മുന്നിലാവുലി നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരെന്നുള്ള മുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. നന്നായിരുന്നു പാട്ട്. സാറിന്റെ ലൈഫിൽ ഇതുവരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം പറയാമോ? മറക്കാൻ പറ്റാത്ത അനുഭവം, പൊതുപ്രവർത്തന രംഗത്ത് ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന അവസരത്തിൽ കൃത്യം 18 വയസ്സായപ്പോൾ NSSൻ്റെ ഞാൻ യൂത്ത് സെക്രട്ടറി ആയിരുന്നു. ഒരു ബ്ലഡ് ഡൊണേഴ്സ് ഫോറം എന്ന് പറഞ്ഞ് സംഘടന രൂപീകരിച്ചു. സാധുക്കളായ ആളുകൾക്ക് രക്തം കൊടുക്കാനായിട്ടുള്ള സന്മനസ്സുള്ള ആളുകളുടെ ഒരു സംഘടന ഉണ്ടാക്കി. അതിൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ഏറ്റവും ആദ്യത്തെ ഒരു വിളി വന്നത് കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നായിരുന്നു. അപ്പം എൻ്റെ ഗ്രൂപ്പുള്ള A+ ബ്ലഡ് വരെ തന്നെയാണ് ചോദിച്ചത്. അപ്പോൾ കൃത്യം 18 വയസ്സായിട്ടില്ല എങ്കിൽ പോലും ഞാൻ സെക്രട്ടറി എന്ന നിലയ്ക്ക് ആദ്യം ഞാൻ തന്നെ കൊടുക്കാം എന്ന് തീരുമാനിച്ച് കുന്നര ആശുപത്രിയിൽ ചെന്നു. അപ്പോൾ ബ്ലഡ് കൊടുക്കുമ്പോൾ സാധാരണ നല്ല ആശുപത്രികളൊക്കെ ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ട്. കുന്നര ആശുപത്രിയിൽ അന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ബ്ലഡ് കൊടുക്കുന്ന ആളിനത്ര ഒരു കട്ടിൽ കിടത്തും ബ്ലഡ് എടുക്കുന്നു. കുട്ടി നമ്മുടെ ഇത്ര വന്നിട്ട് രോഗികളെ കൊണ്ട് കൊടുക്കാൻ പറയും. ശരിക്കും വ്യാജകമായിട്ട് വഴിയെ നടക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും അയാൾക്ക് വേണ്ടിയാണ് ഒരു രക്തം ചോദിച്ചത്. അന്ന് ഞാൻ ആവശ്യമായോടൊപ്പം ബ്ലഡ് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ 26 കവലയിൽ നിന്നപ്പോൾ അന്ന് ബ്ലഡ് കൊടുത്ത രോഗിയും ആ സ്ത്രീയും ഭർത്താവും 26 കവലയിലുണ്ടായിരുന്നു. യാദൃശ്യമായിട്ട് അവരെന്നെ തിരിച്ചറിഞ്ഞു. അവർ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കാണിച്ച സ്നേഹപ്രകടനം എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, അവരെനിക്ക് ഒരു ഗ്ലാസ് നാരങ്ങയുള്ള അടുത്തൊരു കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് എന്നെ ബലമായി അത് കുടിപ്പിച്ചു, സ്നേഹം കാണിക്കാൻ വേണ്ടി. അതൊക്കെ എൻ്റെ മനസ്സിൽ ഒരു പൊതുപ്രവർത്തനമായ കുറേ കാലങ്ങൾ ഞാനുണ്ടായിരുന്നു. ജീവിതത്തിന് അങ്ങനെ ചില അനുഭവങ്ങൾ പ്രത്യേകിച്ച് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പൊതുപ്രവർത്തനത്തിലാണോ അതോ അഡ്വക്കേറ്റ് ആ ഒരു ജോലിയുടെ ഇതിലാണ് കൂടുതലും മനസ്സിന് സംതൃപ്തി തോന്നുന്നത്? പൊതുപ്രവർത്തന നിലയിൽ കുറേ പഞ്ചായത്ത് മെമ്പറായിട്ടും മറ്റു കുറേ കാര്യങ്ങളിലുമൊക്കെ ഇടപെട്ടപ്പോൾ ചെയ്ത കാര്യങ്ങളിൽ സംതൃപ്തി പൂർണ്ണമായിട്ടുണ്ട്. പക്ഷെ ഒരു തൊഴിൽ ചെയ്യാതെ അത് ജീവിക്കാൻ കഴിയില്ല. അഭിഭാഷകൻ എന്ന നിലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനോട് നീതി പുലർത്തുകയും ചെയ്യണം. നമ്മൾ ഏൽപ്പിക്കുന്ന ആളുകളോടുള്ള കടപ്പാട് നമ്മൾ പൂർണ്ണമായി നിർവഹിക്കണം. അതുകൊണ്ട് ഇപ്പോൾ പൊതുപ്രവർത്തനം കുറേ നേരം പിന്മാറി ഈ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. ചേച്ചി ഒഴിവ് സമയങ്ങളിൽ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? സാറിനെ സഹായിക്കാറുണ്ടോ? ഞാനൊരു അധ്യാപികയാണ്. ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാറിന് കാണാറില്ല. നമുക്ക് മക്കളുണ്ടല്ലോ 3 പേര്. അപ്പം അവർക്ക് വേണ്ടി. സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? NDR മർഫി. NDR മർഫിയില്. ഈ പ്രോഗ്രാമിലൂടെ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: മന്ത്രിമാർക്ക് ഇഷ്ടമുള്ള പാർട്ടി ഏത്? മന്ത്രിമാർക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള പാർട്ടി ഏത്? ടീ പാർട്ടി. കറക്റ്റ് ആൻസർ ആണ്. സാറ് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ആലോചിക്കാതെ പറഞ്ഞത്. പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ പല പാർട്ടികളെ ഓർത്തു. എങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ടി ടീ പാർട്ടി ആണെന്ന് ഓർത്ത് അങ്ങനെ ഉത്തരം പറഞ്ഞതാണ്. സാർ ഏത് പാർട്ടിക്കാരനാണ്? ഞാൻ PC തോമസിനൊപ്പം ഇന്ത്യൻ ഫെഡറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പാർട്ടിയിലായിരുന്നു. ഇപ്പോൾ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ഒന്നിച്ച് യോജിച്ച് കേരള കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ സമ്മാനമുണ്ട്. ക്വസ്റ്റ്യൻ: മന്ത്രിമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടി ഏതെന്നായിരുന്നു. ആൻസർ ടീ പാർട്ടി. സാർ ആൻസർ പറഞ്ഞു. സാറിന് കുര്യൻസ് ഒപ്റ്റിക്കൽസ് നൽകുന്ന നല്ല മനോഹരം ഒരു സമ്മാനം. ടീച്ചറിന് സ്വർഗം ഗിഫ്റ്റ് നൽകുന്ന സമ്മാനം. മോന് അക്ബർ ട്രാവൽസ് നൽകുന്ന സമ്മാനം. മോന് സാബൂസ് സ്വീറ്റ് ഹൗസ് നൽകുന്ന നല്ല സമ്മാനം. ഈ സന്തോഷത്തിന് ഇനി വെൽക്കം. ഈ സന്തോഷത്തിന് ഇനി
ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടോ കോമഡി സീനോ വെച്ച് തരുന്നതായിരിക്കും. ഏതാ വേണ്ടേ? കോമഡി സീൻ മതി. ഏത് സിനിമയുടെ? തെങ്കാശിപ്പട്ടണം. ഈ ഫാമിലിക്ക് വേണ്ടി തെങ്കാശിപ്പട്ടണം എന്ന സിനിമയിലെ നല്ലൊരു കോമഡി സീൻ കാണാം.